നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന വീഡിയോ എപ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ഗ്ലൗസ് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഈ ഗ്ലൗസിൻ്റെ ലിങ്ക് തരുമോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകമായിട്ടൊരു ഷോർട്സ് ആയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഗ്ലൗസ് വേണ്ട എല്ലാവരും ഈ ലിങ്കിലാണ് കയറിയിട്ട് പർച്ചേസ് ചെയ്തോളൂ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലൗസ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനൊരു പാക്കിങ്ങിലാണ് വരിക കേട്ടോ. അതുപോട്ടെ നമ്മൾ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. ഈ സംഭവം നമ്മളൊന്നിങ്ങനെ അമർത്തി ഞെക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മളിതാ ഇതിനൊരു ഗ്ലൗസ് ഇങ്ങനെ വരുന്നില്ലല്ലോ, ഇങ്ങനെ പിന്നെ ഇങ്ങനെ 2 ഗ്ലൗസ് വലിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇത് നമുക്ക് വീണ്ടും ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ഒരു ഗ്ലൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൗഡർ ഫ്രീ ആണ്, പിന്നെ ഫുഡ് ഗ്രേഡ് ആണ്, ഇത് മെയ്ഡ് ഇൻ മലേഷ്യ ആണ് കേട്ടോ. ഈ കൈ ഏകദേശം ഇത്ര പോകുന്നൊരു കൈയാണ്. ഈ കൈയിന് ഞാൻ വാങ്ങിക്കുന്ന സൈസ് എപ്പോഴും മീഡിയം സൈസാണ് ഞാൻ വാങ്ങിക്കാറ് കേട്ടോ. ഈ സ്മോൾ സൈസ് വാങ്ങിക്കുമ്പോൾ സ്മോൾ സൈസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിന് ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ഗ്ലൗസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈസിയാണ്, എല്ലാ ജോലി ചെയ്യാനും ഈസിയാണ്. നമുക്കിപ്പോൾ എനിക്ക് ഗ്ലൗസ് ഉപയോഗിച്ച് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ നമ്മൾ ഇറച്ചി മീൻ ഒക്കെ നമ്മൾ എൻ്റെ കൈയോട് തൊടുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. നമ്മൾ മീനൊക്കെ മുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ നമ്മൾ ചില മീനൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ കൈമെന്ന് മണം തന്നെ പോകില്ലല്ലോ. പക്ഷേ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് മീൻ മുറിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പാത്രം കഴുകുമ്പോഴും എങ്ങനെയാണെങ്കിലും നമ്മൾ മുഖം സംരക്ഷിക്കുന്ന പോലെ നമ്മൾ കൈയും കാലും സംരക്ഷിക്കണ്ടേ. അപ്പോൾ കൈ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്ലൗസ് ഇട്ടൊക്കെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈയിന് കുറേ കാലം നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. ഇത് പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് എൻ്റെ കൈയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പഠിച്ച് സഹായിച്ചിട്ട് ഇതുവരെ ഒരു പ്രശ്നമല്ല കേട്ടോ. നമ്മൾ ഈ അടുപ്പത്തൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈമൊക്കെ ഏത് നേരം ചൂടും കാര്യങ്ങളും മസാലകളും പിന്നെ ചിലരൊക്കെ നഖത്തിന്മേൽ മഞ്ഞ കളറൊക്കെ കണ്ടിട്ടില്ലേ ഈ മസാലകളൊക്കെ നമ്മളിങ്ങനെ കുഴപ്പമൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്താലും നന്നായിരിക്കും. പിന്നെ നഖം കുറച്ച് നീട്ടി വളർത്തുന്ന ശീലമുള്ള ആണെന്നുണ്ടെങ്കിലും ഗ്ലൗസ് ഉപയോഗിച്ചാൽ നമുക്ക് നഖം നീട്ടി വളർത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമ്മൾ കുഴച്ച് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്ലൗസ് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇത് നിങ്ങൾ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമായ കാരണം കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റിപ്ലൈ തരുന്നത് കേട്ടോ.